കേരളത്തിൽ പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കാനുള്ള സാധ്യതകൾ വിശദമായി പഠിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി പ്രത്യേക കമ്മീഷനെ നിയോഗിച്ച് ജനസംഖ്യ, ഭൂമിശാസ്ത്രപരമായ സാഹചര്യം, വികസന ആവശ്യങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ഭരണ സൗകര്യങ്ങൾ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിശോധിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരവും സാമ്പത്തികവുമായ ഭാവിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള നിർണായക തീരുമാനമായാണ് ഇതിനെ കണക്കാക്കുന്നത്. കേരളത്തിലെ ചില ജില്ലകൾ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന ജനസംഖ്യ ഉള്ളവയാണ്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമായി ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഭരണപരമായ വിഭജനങ്ങൾ ആവശ്യമായി വരുന്നു. ഇതിന്റെ ഭാഗമായാണ് ചില വലിയ ജില്ലകളെ വിഭജിച്ച് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ ഈ ആവശ്യം ശക്തമാണ്. സംസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയായ മലപ്പുറത്തിന്റെ വിസ്തൃതിയും ജനസാന്ദ്രതയും ഭരണപരമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുവെന്നാണ് വിവിധ സംഘടനകളും രാഷ്ട്രീയ നേതൃത്വവും ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണസേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും എത്തിക്കാൻ ജില്ലാ വിഭജനം സഹായകരമാകുമെന്നാണ് ഇവരുടെ വാദം. മൂവാറ്റുപുഴ ജില്ല എന്ന ദീർഘകാല ആവശ്യം. പുതിയ ജില്ലകളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നുവരുന്ന പേരുകളിൽ ഒന്നാണ് മൂവാറ്റുപുഴ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം മണ്ഡലങ്ങളും പെരുമ്പാവൂരിന്റെ ചില പ്രദേശങ്ങളും ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ദേവികുളം മേഖലകളും ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം 4 പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്നു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ആശയം പൊതുചർച്ചയായിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല. എങ്കിലും പ്രദേശത്തിന്റെ ഭൗമിക പ്രത്യേകതകളും ഭരണ സൗകര്യങ്ങളും കണക്കിലെടുത്ത് ഇന്നും ഈ ആവശ്യം വിവിധ സംഘടനകളും ജനപ്രതിനിധികളും മുന്നോട്ട് വെക്കുന്നുണ്ട്. വള്ളുവനാട് ജില്ലയ്ക്കായുള്ള ആവശ്യം. പാലക്കാടിന്റെയും മലപ്പുറത്തിന്റെയും ചില പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി വള്ളുവനാട് എന്ന പേരിൽ പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ചരിത്രപരമായി പ്രത്യേക സാംസ്കാരിക പാരമ്പര്യവും ഭാഷാ ശൈലിയും സാമൂഹിക സവിശേഷതകളുമുള്ള പ്രദേശമാണ് വള്ളുവനാട്. പാലക്കാടിന്റെയും മലപ്പുറത്തിന്റെയും വികസന ആവശ്യങ്ങൾ പലപ്പോഴും വ്യത്യസ്തമാണെന്നും നിലവിലെ ഭരണക്രമം പ്രദേശത്തിന്റെ പ്രത്യേക ആവശ്യങ്ങൾ പൂർണ്ണമായി പരിഗണിക്കുന്നില്ലെന്നും ഈ ആവശ്യം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേക ജില്ല രൂപീകരിച്ചാൽ വികസന പദ്ധതികൾ കൂടുതൽ ലക്ഷ്യബോധത്തോടെയും കാര്യക്ഷമമായും നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. നെയ്യാറ്റിൻകര, തിരൂർ, ഷൊർണൂർ തുടങ്ങി വിവിധ നിർദ്ദേശങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും കേന്ദ്രീകരിച്ചുള്ള പുതിയ ജില്ലയ്ക്കായുള്ള ആവശ്യവും വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. ഭരണ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും തെക്കൻ പ്രദേശങ്ങളുടെ വികസനം വേഗത്തിലാക്കുന്നതിനുമാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്തെ തിരൂർ, തിരൂരങ്ങാടി, പൊന്നാനി മേഖലകൾ ഉൾപ്പെടുത്തി തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവും വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിന് മുന്നിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര മേഖലകൾ ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവുമുണ്ട്. പാലക്കാട് ജില്ലയെ വിഭജിച്ച് ഷൊർണൂർ കേന്ദ്രീകരിച്ചുള്ള പുതിയ ജില്ല രൂപീകരിക്കണമെന്ന നിർദ്ദേശവും ചർച്ചകളിൽ ഇടം നേടിയിട്ടുണ്ട്. മഞ്ചേരി ജില്ല എന്ന ആശയവും കാലാകാലങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ട്. പുതിയ ജില്ലകൾ രൂപീകരിക്കപ്പെടുന്നത് വെറും ഭരണപരമായ മാറ്റം മാത്രമല്ല, അത് വലിയ സാമ്പത്തിക ചലനങ്ങൾക്കും വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രദേശം ജില്ലയാകുമ്പോൾ സർക്കാർ ഓഫീസുകൾ, കോടതികൾ, പോലീസ് സംവിധാനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, താമസ സൗകര്യങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ തുടങ്ങിയവ സ്വാഭാവികമായി അവിടെ കേന്ദ്രീകരിക്കും. ഇതിലൂടെ ഭൂമിയുടെ ആവശ്യകത വർദ്ധിക്കുകയും ഭൂവില ഉയരുകയും ചെയ്യും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ വളർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, സ്വകാര്യ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങിയ സേവന മേഖലകൾ വികസിക്കുകയും ചെയ്യും. പുതിയ ജില്ലകളും താലൂക്കുകളും നിലവിൽ വരുമ്പോൾ സർക്കാർ ഓഫീസുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും കൂടുതൽ ജീവനക്കാരെ നിയമിക്കേണ്ടതായി വരും. ഭരണനിർവഹണം, നിർമ്മാണം, ഗതാഗതം, വ്യാപാരം, IT, സേവന മേഖല എന്നിവയിലായി നേരിട്ടും പരോക്ഷമായും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ജില്ലാ ആസ്ഥാനങ്ങൾ വികസിക്കുന്നതോടെ ചെറുകിട സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടാനും യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യത വർദ്ധിക്കാനും ഇത് സഹായകരമാകും. പുതിയ ഭരണകേന്ദ്രങ്ങൾ രൂപപ്പെടുമ്പോൾ റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, വൈദ്യുതി വിതരണ ശൃംഖല, പൊതുഗതാഗത സൗകര്യങ്ങൾ, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ നിക്ഷേപമുണ്ടാകും. ഇതുവഴി പുതിയ നഗരങ്ങൾ വളരുകയും നിലവിലെ പട്ടണങ്ങൾ വികസിത നഗരങ്ങളായി മാറുകയും ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമതുലിതമായ വികസനം ഉറപ്പാക്കുന്നതിനും മേഖലാതല അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും ഇത് സഹായകരമാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതകളും സൃഷ്ടിക്കും. പുതിയ കളക്ടറേറ്റുകൾ, താലൂക്ക് ഓഫീസുകൾ,
പോലീസ് ആസ്ഥാനങ്ങൾ, കോടതി സമുച്ചയങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് വൻതോതിൽ ധനസഹായം ആവശ്യമായി വരും. ഇതിനു പുറമെ വാഹനങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ, ഓഫീസ് ഉപകരണങ്ങൾ, ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള സ്ഥിരം ചെലവുകളും വർദ്ധിക്കും. നിലവിൽ ഉയർന്ന കടബാധ്യത നേരിടുന്ന കേരളത്തിന് ഇത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാകുമെന്നാണ് ചില സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പുതിയ ജില്ലകൾ നിലവിൽ വരുമ്പോൾ മണ്ഡല പുനർനിർണയം, സർക്കാർ രേഖകളുടെ പുതുക്കൽ, ഭൂമിരേഖകളുടെ പുനഃക്രമീകരണം, വിലാസമാറ്റം, തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ ഭേദഗതികൾ തുടങ്ങിയ നിരവധി നടപടികൾ ആവശ്യമായി വരും. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആധാർ, റേഷൻ കാർഡ്, ഭൂമിരേഖകൾ, വ്യാപാര ലൈസൻസുകൾ, നികുതി രേഖകൾ എന്നിവ പുതുക്കേണ്ട സാഹചര്യമുണ്ടാകാം. ഇത് ഭരണ സംവിധാനത്തിന് വലിയ വെല്ലുവിളിയാകും. ഈ ബജറ്റിൽ പൊതുമേഖലാ സ്വകാര്യ പങ്കാളിത്ത മാതൃകയ്ക്ക് സർക്കാർ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പുതിയ ജില്ലകളുടെയും താലൂക്കുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ ധനസമാഹരണത്തിന് ഈ മാതൃക പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ട്. സ്വകാര്യ നിക്ഷേപകരുടെ പങ്കാളിത്തത്തോടെ ഭരണ സമുച്ചയങ്ങൾ, ഗതാഗത കേന്ദ്രങ്ങൾ, IT പാർക്കുകൾ, വ്യാപാര സമുച്ചയങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിലൂടെ സർക്കാരിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും കഴിയും. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കണമോ, ഏതെല്ലാം പ്രദേശങ്ങൾക്ക് മുൻഗണന നൽകണമോ, അതിന്റെ സാമ്പത്തിക ഭരണപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നതെല്ലാം കമ്മീഷൻ നടത്തുന്ന സമഗ്ര പഠനത്തിന് ശേഷമായിരിക്കും സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഈ പ്രഖ്യാപനം കേരളത്തിന്റെ ഭരണഘടനാപരമായ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമാകുമോ, അതോ സാമ്പത്തിക ബാധ്യതകൾ കാരണം നിർദ്ദേശങ്ങളുടെ തലത്തിൽ മാത്രം ഒതുങ്ങുമോ എന്നത് വരുംകാല ചർച്ചകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.